ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ ഇംഗ്ലീഷ് സെക്കൻഡ് ടൈം ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ആദ്യ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. വേ ടു ഹോം. ഹെൽപ്പ് എമി ടു റീച്ച് ഹെർ ഹോം. എന്താണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? എമിയെ അവളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ സഹായിക്കാനാണല്ലേ. അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ വരച്ചു കൊടുക്കുമല്ലോ, എളുപ്പമുള്ളൊരു പ്രവർത്തനമല്ലേ ഇത് കൂട്ടുകാരെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് തന്നിട്ടുള്ളത് എമീസ് ഹോം, എമിയുടെ വീട്. ലുക്ക് അറ്റ് ദ പിക്ചർ, ചിത്രം നോക്കൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. എന്താണ് അവിടെ വിട്ടുപോയ ഭാഗം ബോക്സിലുള്ള വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വേർഡ്സ് ആദ്യം ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? ഫ്രോഗ്, ഫാറ്റ് ക്യാറ്റ്, സ്വിമ്മിങ്, കിറ്റൻസ്. ഓക്കെ, നമുക്ക് ഓരോ സെൻറ്റൻസ് ആയി നോക്കിയാലോ. ദ ഡേഷ് ആർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. ഗാർഡനിൽ ആരാണ് കൂട്ടുകാരെ കളിക്കുന്നത്? പൂച്ചക്കുഞ്ഞുങ്ങളാണല്ലേ. പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക? കിറ്റൻസ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം, ദ കിറ്റൻസ് ആർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. ദെൻ എ ഡാഷ് ഈസ് സിറ്റിംഗ് ഓൺ ദ റോക്ക്. ആരാണ് കൂട്ടുകാരെ റോക്കിലിരിക്കുന്നത്? പാറയുടെ മുകളിൽ ആരാണ്? ഫ്രോഗ് ആണല്ലേ. അപ്പോൾ എ ഫ്രോഗ് ഈസ് സിറ്റിംഗ് ഓൺ ദ റോക്ക്. ദെൻ ഡെക്ലിംഗ് ആർ ഡാഷ് ഇൻ ദ പോണ്ട്. ഡെക്ലിംഗ് എന്താണ് പോണ്ടിൽ ചെയ്യുന്നത്? നീന്തുകയാണല്ലേ. നീന്തുക എന്നതിന് സ്വിമ്മിങ്. അപ്പോൾ വേർഡ്സ് ഒക്കെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കൂട്ടുകാർ അത് നോക്കി എടുത്തെഴുതിയാൽ മതി. ഓക്കെ, ദെൻ എന്താണ്? എ ഡാഷ് ഈസ് ക്ലൈംബിങ് ഓൺ ദ ട്രീ. ആരാണ് കൂട്ടുകാരെ മരത്തിൽ കയറുന്നത്? ഒരു ഫാറ്റ് ക്യാറ്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ ഫാറ്റ് ക്യാറ്റ് ഈസ് ക്ലൈംബിങ് ഓൺ ദ ട്രീ. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. എമി ഈസ് ഫ്രണ്ട്. എമി ഈസ് ഗോയിങ് ടു സ്കൂൾ. എമി സ്കൂളിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ ഷി മെറ്റ് ഹെർ ഫ്രണ്ട് താര. പോകുന്ന വഴിക്ക് അവൾ അവളുടെ ഫ്രണ്ടായ താരയെ കണ്ടുമുട്ടി. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നോക്കൂ. ഹായ് താര. ഹലോ എമി. താര, ഈസ് ദിസ് യുവർ പെറ്റ്? എമി ചോദിക്കുകയാണ്, താര ഈസ് ദിസ് യുവർ പെറ്റ്? താര, അത് നിൻ്റെ പെറ്റാണോ? അപ്പോൾ എന്തായിരിക്കും താര പറഞ്ഞിട്ടുണ്ടാവുക? യെസ് ദിസ് ഈസ്. ഇവിടെ എന്താണ് കൂട്ടുകാരെ എഴുതേണ്ടത്? യെസ് ദിസ് ഈസ് മൈ പെറ്റ്. ദെൻ നോക്കൂ, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ഇതിൻ്റെ പേരെന്താണ്? എന്താണ് കൂട്ടുകാരെ എൻ്റെ പേര്? യെസ് ഇറ്റ്സ് നെയിം ഈസ് ടോം. നോക്കൂ, നായക്കുട്ടിയുടെ കഴുത്തിലായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന നോക്കൂ, ടോം എന്ന് എഴുതിയിട്ടില്ലേ മാലയിൽ? യെസ് ഇറ്റ്സ് നെയിം ഈസ് ടോം. ഓക്കെ, ദെൻ എമി, ഡു യു ഹാവ് എ പെറ്റ്? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എമി? യെസ് ഐ ഹാവ് 2 പെറ്റ്സ്. എനിക്ക് 2 പെറ്റ്സ് ഉണ്ട്. ദേ ആർ കാറ്റ് ആൻഡ് എ റാറ്റ്. എ കാറ്റ് ആൻഡ് എ റാറ്റ്. എന്താണ്? എനിക്കൊരു കാറ്റും റാറ്റും ഉണ്ടല്ലേ. റാറ്റും പെറ്റ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി ലിസൺ ആൻഡ് കളർ. ലിസൺ ടു യുവർ ടീച്ചർ, കളർ ദ തിങ്സ്. ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യുക കൂട്ടുകാരെ? ഈ തിങ്സിനൊക്കെ കളർ കൊടുക്കുക. ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? കളർ ദ ഫ്ലവർ വിത്ത് റെഡ്. പൂവിന് എന്ത് നിറമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? റെഡ് കളറാണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? കളർ ദ ബലൂൺസ് വിത്ത് ബ്രൗൺ. ബ്രൗൺ കളർ ബലൂണിന് നൽകാൻ. ദെൻ കളർ ദ ബോയ്സ് ഹാറ്റ് വിത്ത് ബ്ലൂ. ബോയുടെ ഹാറ്റിന് ബ്ലൂ കളർ. കളർ ദ ലീവ്സ് വിത്ത് ഗ്രീൻ. ലീവ്സ് ഒക്കെ എന്ത് കളറാണ്? യെസ് ഗ്രീൻ കളർ അല്ലേ. ദെൻ കളർ ദ ബട്ടർഫ്ലൈ ആസ് യു ലൈക്ക്. ഇനി ബട്ടർഫ്ലൈക്ക് എന്താണ്? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറം നൽകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ടീച്ചറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ ചിത്രത്തിന് നിറം നൽകുമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി 4 വേർ ഈസ് ഇറ്റ്. ലൊക്കേറ്റ് ദ പിക്ചർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ ബോക്സ്. ബോക്സിലെ വേർഡ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നോക്കൂ, ബോക്സിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഓൺ ദ ട്രീ, അണ്ടർ ദ ട്രീ, ഇൻ ദ നെസ്റ്റ്. ഫസ്റ്റ് നോക്കൂ, എ ബേർഡ് ഈസ്. എന്താണ്? കൂട്ടിനുള്ളിലല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ ബേർഡ് ഈസ് ഇൻ ദ നെസ്റ്റ്. ദെൻ എ കാറ്റ് ഈസ്. കാറ്റ് എവിടെയാണ്? മരത്തിന് മുകളിലല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? എ കാറ്റ് ഈസ് ഓൺ ദ ട്രീ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ.
ആക്ടിവിറ്റി 5 ഹൂ ആം ഐ ഞാൻ ആരാണ്. ഐ ആം എ പെറ്റ് ആനിമൽ. ഐ ലൈക്ക് ഫിഷ്. ഐ ഡ്രിങ്ക് മിൽക്ക്. ഐ സേ മ്യോ മ്യോ. ഞാനൊരു പെറ്റ് ആനിമലാണ്. ഐ ലൈക്ക് ഫിഷ്. എനിക്ക് ഫിഷ് ഇഷ്ടമാണ്. ഐ ഡ്രിങ്ക് മിൽക്ക്. ഞാൻ പാല് കുടിക്കും. ഐ സേ മ്യോ മ്യോ. ഞാൻ എന്താണ് മ്യോ മ്യോ എന്ന് പറയല്ലേ. ഹൂ ആം ഐ. കൂട്ടുകാർക്ക് മനസ്സിലാവില്ല ആരാണിത്? യെസ്, ക്യാറ്റാണല്ലേ. ഓക്കെ, ദെൻ ഐ ആം എ ബേർഡ്. ഐ ക്യാൻ സ്വിം. ഐ സേ ക്വാക്ക് ക്വാക്ക്. ഞാനൊരു ബേർഡാണ്. എനിക്ക് നീന്താൻ കഴിയും. ഐ സേ ക്വാക്ക് ക്വാക്ക്. ഞാൻ ക്വാക്ക് ക്വാക്ക് എന്ന് പറയും. ഹു ആം ഐ? യെസ്, ഡെക്കാണല്ലേ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഒരു ഡെക്കിൻ്റെ പിക്ചർ ഇവിടെ വരയ്ക്കുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.